യുഎസിൽ അനധികൃതമായി തങ്ങുന്നവരെ ലക്ഷ്യമിട്ടുള്ള നടപടികൾ ഇരട്ടിയാക്കുമെന്ന മുന്നറിയിപ്പുമായി യുഎസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ആക്ടിംഗ് ഡയറക്ടർ ടോൾ ലിയോൺസ് രംഗത്തെത്തിയിരിക്കുകയാണ്. കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരുടെ ലീഗൽ സ്റ്റാറ്റസ് റദ്ദാക്കുമെന്നും വിസ ഗ്രീൻ കാർഡ് ഉടമകൾ നിയമത്തിന് അതീതരല്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. യുഎസ് ഇമിഗ്രേഷന്റെ ഭാഗമായ ക്യാച്ച് ആൻഡ് റിവോക്ക് നയം ശക്തമാക്കുമെന്നും കുറ്റകൃത്യ പശ്ചാത്തലം ഇല്ലാത്തവരെയും നിയമവിരുദ്ധമായി രാജ്യത്ത് കണ്ടെത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്നും ടോൾ ലിയോൺസ് CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. മതിയായ വിഭവങ്ങൾ ലഭ്യമല്ലെങ്കിലും ഏറ്റവും മോശമായവരെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനുമാണ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ലിയോൺസ് പറഞ്ഞു. അനധികൃത കുടിയേറ്റക്കാരെ നിയമിക്കുന്ന കമ്പനികൾക്കെതിരെയും നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഞങ്ങളുടെ ദൗത്യം തടങ്കലിലാക്കുക എന്നതാണ്, ശിക്ഷിക്കുക എന്നതല്ല. ഇമിഗ്രേഷൻ ജഡ്ജി നിയമപരമായി ഉത്തരവിട്ട ശേഷം ആരെയും തടങ്കലിൽ വെക്കേണ്ട കാര്യമില്ല. അവരെ സുരക്ഷിതമായി സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കാൻ തങ്ങൾ ആഗ്രഹിക്കുന്നു. ലഭ്യമായ വിഭവങ്ങൾ പരിമിതമാണെങ്കിലും ഏറ്റവും മോശമായവരെ അറസ്റ്റ് ചെയ്യാനും നാടുകടത്താനുമാണ് തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലെ ക്രിമിനൽ റെക്കോർഡുകൾ US അധികൃതർക്ക് ലഭ്യമാണെന്നും അദ്ദേഹം അറിയിച്ചു. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലെങ്കിലും നിയമവിരുദ്ധമായി തുടരുന്നവരെ കസ്റ്റഡിയിലെടുക്കുമോ എന്ന മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തോട് അവർ അമേരിക്കയിൽ നിയമവിരുദ്ധമായി താമസിക്കുകയാണെങ്കിൽ കസ്റ്റഡിയിലെടുക്കുമെന്ന് ലിയോൺസ് മറുപടി നൽകി. നിയമവിരുദ്ധമായി ഇവിടെ ജോലി ചെയ്യുന്ന വ്യക്തികളിൽ മാത്രമല്ല ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, ഈ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന അമേരിക്കൻ കമ്പനികളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. മെച്ചപ്പെട്ട ജീവിതത്തിനായി ഇവിടെ എത്തിയ ആളുകളാണ് ഇവരെന്നും ലിയോൺസ് തുടർന്നു. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ചും ടോൾ ലിയോൺസ് പ്രതികരിച്ചിട്ടുണ്ട്. യുഎസിലേക്ക് അനുമതിയില്ലാതെ അതിർത്തി കടന്നു വരുന്നത്, വിസ കാലാവധി കഴിഞ്ഞും താമസിക്കുന്നത്, ലീഗൽ സ്റ്റാറ്റസ് ഇല്ലാതെ ജോലി ചെയ്യുന്നത് എന്നിവയാണ് അനധികൃത കുടിയേറ്റത്തിൽ ഉൾപ്പെടുന്നത്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി തുടങ്ങിയ ഏജൻസികളാണ് അനധികൃത കുടിയേറ്റം തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ട്രംപിന്റെ രണ്ടാം ഭരണത്തിൽ കുടിയേറ്റ നിയമങ്ങൾ കൂടുതൽ കർശനമാണ്. ട്രംപിന്റെ ഭരണത്തിൽ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് കൂടിയിട്ടുണ്ട്. പ്രതിദിനം ഏകദേശം 750 പേരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. 2025 ജനുവരി മുതൽ ജൂൺ ആദ്യവാരം വരെ 1,00,000-ലധികം ആളുകളെ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തു. ഇത് മുൻപത്തേക്കാൾ ഇരട്ടിയാണ്. അറസ്റ്റുകൾ കൂടിയെങ്കിലും നാടുകടത്തൽ ട്രംപ് ഭരണകൂടം പ്രതീക്ഷിച്ച വേഗത്തിൽ നടക്കുന്നില്ല. പുതിയ നയങ്ങൾക്കെതിരെ പലയിടത്തും പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഏകദേശം 1,40,000 പേരെ നാടുകടത്തിയെന്ന് ട്രംപ് ഭരണകൂടം അവകാശപ്പെട്ടു. എന്നാൽ ഇത് തെറ്റാണെന്ന് പലരും പറയുന്നു. ഏകദേശം 72,000 മുതൽ 1,42,000 വരെ ആളുകളെയാണ് നാടുകടത്തിയതെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിന്റെ കണക്കുകൾ സൂചിപ്പിക്കുന്നു. ആദ്യത്തെ 100 ദിവസത്തിനുള്ളിൽ 66,463 പേരെ അറസ്റ്റ് ചെയ്തു. അതിൽ 65,682 പേരെ നാടുകടത്തി. അറസ്റ്റിലായവരിൽ കൂടുതലും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പറയുന്നു. അതേസമയം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നാടുകടത്തൽ കുറവാണ്. 2024 പ്രസിഡന്റ് ബൈഡന്റെ ഭരണത്തിൽ 2,71,484 പേരെ നാടുകടത്തിയിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.